നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 504 504. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 504 ലീലാകാന്ഡം. ഇതിന് 3 കാണ്ഡമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കാണ്ഡമാണ് ലീലാകാന്ഡം. അതിൽ ഒന്നാമത്തെ സർഗമാണ് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ പറഞ്ഞത്, ഓർപ്പൂ ഞാൻ മുനിമാർ വിണ്ണോർ ഇവർ എൻ ദിവ്യലീലകൾ ആവും പോലെ കൊഴുപ്പിപ്പാൻ അങ്ങിങ്ങോർത്തു ജനിക്കുവിൻ. ഭഗവാൻ ആദേശം കൊടുക്കുകയാണ് ദേവന്മാർക്കും ഋഷിമാർക്കും മറ്റ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ പാർട്ടുകളുണ്ട്. നിങ്ങളൊക്കെ ഗോപസ്ത്രീകളും ഗോപന്മാരും വ്രജസ്ത്രീകളും വജ്രത്തിലെ പുരുഷന്മാരായിട്ട് ജനിക്കും എന്ന് പറയണം. അങ്ങനെ എന്തിനു വേണ്ടിയിട്ട്? ആവും പോലെ കൊഴുപ്പിപ്പാൻ, എൻ്റെ അവതാര ലീലകളെ കുറേ കൂടി ഭംഗിയാക്കാൻ നിങ്ങളൊക്കെ സഹായിക്കണം എന്നാണ് സർവേശ്വരനായിരിക്കുന്ന, സർവജ്ഞനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന്റെ ആദേശം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ശ്ലോകം 33 എന്താ? ഭൂമിയെ ചെന്നുടൻ ബ്രഹ്മാവ് ആശ്വസിപ്പിച്ചു, സർവരും അത്യന്ത കൗതുകം പൂണ്ടാർ അവതാര പ്രതീക്ഷയാൽ. ഭൂമിയെ ചെന്നുടൻ ബ്രഹ്മാവ് ആശ്വസിപ്പിച്ചു. ഇനി തൻ്റെ ഭൂഭാരം കഴിയുന്നതും വേഗം ഭഗവാൻ അവതരിച്ച ഇല്ലായ്മ ചെയ്യും എന്ന് തർപ്പിച്ച് അവരെ സമാശ്വസിപ്പിച്ചു. പിന്നെയോ, സർവരും അത്യന്ത കൗതുകം പൂണ്ടാർ അവതാര പ്രതീക്ഷയാൽ. ഭഗവാന്റെ തിരുവവതാരത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും അക്ഷമരായിട്ട് ജീവിതം കഴിച്ചു കൂട്ടി എന്ന് പറയാം. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ പ്രഥമ സർഗ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ലീലാകാണ്ഡത്തിലെ സർഗം 2 എന്താ? ദേവകി വിവാഹം. അശരീരി കേട്ട് കംസനെ വസുദേവർ സാന്ത്വനം ചെയ്യുന്നത് ആരേനെ? ഈ അശരീരി കേട്ടിട്ട് ആരാ കോപാകുലനായത്? കംസൻ അല്ലേ? അപ്പം കംസൻ എന്ത് ചെയ്തു? തൻ്റെ പെങ്ങളാന്നൊന്നും വിചാരിച്ചില്ല. ദേവകി ദേവിയുടെ മുടി ചുറ്റിപ്പിടിച്ച് തൻ്റെ കരവാൾ ഉയർത്തി ഇപ്പോൾ വെട്ടും എന്നുള്ള നിലയ്ക്ക് ആയപ്പോഴാണ് ആനകദുന്ദുബി എന്ന സമാധരണമായ പേരിന് അർഹനായിട്ടുള്ള വസുദേവര് ഇദ്ദേഹത്തിന് സാന്ത്വനപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അങ്ങയ്ക്കിപ്പോൾ ദേവകി കൊല്ലുന്നല്ലല്ലോ പറഞ്ഞത്, ദേവകിക്കുണ്ടാവുന്ന പുത്രന്മാർ 8ാമത്തെ പുത്രൻ വധിക്കുന്നല്ലേ. അതിനൊരു കാര്യം ചെയ്യാം, ഉണ്ടാവുന്ന കുട്ടികളെനൊക്കെ അങ്ങേക്ക് തരാം, അങ്ങ് എന്താ ചെയ്തോളൂ പറഞ്ഞു. ഇതിന് പ്രേരണ വസുദേവർക്ക് എവിടുന്നാണ് കിട്ടിയത്? ഭഗവാനിൽ നിന്ന്. എത്രത്തോളം കംസനെ പാപം ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ അരുതാത്തത് വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവണം, ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയായിരുന്നു. നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് കർമ്മത്തിൽ വന്ന അപച്യുതിയാണ് നമ്മൾ അനുഭവിക്കുന്ന ദുര്യോഗങ്ങൾക്ക് കാരണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശ്വരഹിതത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റി ആക്കാൻ സാധിക്കും. എങ്ങനെ? ഹരിനാരായണ 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 ഗോവിന്ദ പാടുന്നേ. പാടുമ്പോൾ എന്തു പറ്റും? മനസ്സിലുള്ള കൽമഷങ്ങളൊക്കെ തേഞ്ഞു പോവും. അപ്പോൾ ഭഗവാൻ സുസ്ഥിരനായി പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ തേജോപുഞ്ചത്തിൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടും. അതാണ് അറിവ് കൊണ്ടേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അറിവ് കൊണ്ടാണ് ആത്മാവിനെ ആത്മാവ് കൊണ്ട് മനസ്സിലാക്കുക എന്നൊക്കെ പറയും. ആത്മാനാം ആത്മാവിനെ മനസ്സിലാക്കും.
അറിവ് കൊണ്ടാണത്. അതായത് ഈ ബുദ്ധി സംശുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മായയെ നമുക്ക് ഒതുക്കാൻ പറ്റും. മായ നമ്മളെ ഉപദ്രവിക്കില്ല. അപ്പം എന്തായാലും ആദ്യത്തെ ശ്ലോകം പറയണു, അക്കാലം പുകളേറിടും പട്ടണം മധുരാപുരം. ഈ കഥ നടക്കുന്ന സമയത്ത് മധുരാപുരം വളരെ പേര് കേട്ടതാണ്. ഉഗ്രസേനസുതൻ കംസൻ ഭരിക്കുന്നു ഭയങ്കരൻ. നല്ല ആളല്ല എന്ന് മനസ്സിലായി, ഭയങ്കരൻ അല്ലേ. അത് ഈ ഭാഷാപ്രയോഗം അറിയാതെ കണ്ട് ഇന്ന് എന്തിനും ഏതിനും ആൾക്കാർ സ്ത്രീ പുരുഷ ഭേദമില്ലാണ്ട്, ബാലന്മാർ വൃദ്ധന്മാർ യുവാവ് വ്യത്യാസമില്ലാണ്ട് തായമ്പക നന്നായോ ഭയങ്കരമായി. ആ കുട്ടിയുടെ ഡാൻസ് എങ്ങനെ ഭയങ്കരമായി, ഓണെങ്ങനെ ഭയങ്കരമായി. എന്താണ് ഈ ഭയങ്കരം എന്നതിൻ്റെ അർത്ഥം ഇത് മനസ്സിലായില്ല. മനോഹരായി എന്ന് പറയേണ്ടവർക്കും ഭയങ്കരായി എന്ന് പറയും. അതെന്താ? ഭാഷാ സൗകുമാരില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അക്കാലം പുകളേറിടും പട്ടണം മധുരാപുരം ഉഗ്രസേനസുതൻ കംസൻ ഭരിക്കുന്നു ഭയങ്കരൻ തൻ പെങ്ങളാം ദേവകിയെ വസുദേവൻ യദൂത്തമൻ, യദുക്കളിൽ ഉത്തമനായിരിക്കുന്ന വസുദേവർക്ക് കൊടുക്കുകയാണ്. വേട്ടുടൻ നിലയം പോകും അവളിൽ പ്രീതി വാക്കയാൽ. അതാണ് തൻ്റെ സഹോദരി, നേരിട്ട് സഹോദരി അല്ല, കസിനാണ്, എന്നാലും ഭംഗി വാക്കിന് എല്ലാവരും സ്വന്തം എന്ന് പറയും. ഭാഗം വയ്ക്കുന്ന സമയത്ത് ആ സ്വന്തം ഉണ്ടാവില്ല. പോട്ടെ, സാരമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞത് മാത്രം. അപച്യുതികൾ ഉണ്ടാവുന്നതാണ്. കാലക്രമത്തിൽ ഉണ്ടാവുന്ന വിടവ് ദുഃഖകരമാണ്, ഭയാനകമായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ. സാരമില്ല. അപ്പോൾ വേട്ടുടൻ നിലയം പോകും അളവിൽ പ്രീതിവാക്കയാൽ തകിൽ നാഗസ്വരം തൊട്ട വാദ്യാഘോഷം മുഴങ്ങവേ. അത് എന്താണെന്ന് പറയുക, ഭട്ടതിരി അല്ല താമരശ്ശേരി കൃഷ്ണഭട്ടതിരിക്ക് നാഗസ്വരം തകിൽ ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം എന്താ, 6-7 വർഷമാണ് അദ്ദേഹം ഈ ഗുരുവായൂർ അമ്പലത്തിലെ ചീഫ് പ്രീസ്റ്റായിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവാനെ പള്ളി ഉണർത്തുക തകിൽ നാഗസ്വരം കൊണ്ടാണ്. അതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ വാദ്യങ്ങളൊന്നും അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തകിൽ നാഗസ്വരം തൊട്ട വാദ്യഘോഷം മുഴങ്ങവേ തേരാളിയോട് കൽപ്പിച്ചാൻ കംസൻ കല്യാണവേളയിൽ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ കുട്ടീനെ വസുദേവരുടെ കൂടെ പറഞ്ഞേക്കണം. അതിനുള്ള സാഹചര്യം വന്നപ്പോൾ കംസൻ തൻ്റെ തേരാളിയോട് പറഞ്ഞു, എൻ്റെ മണിമയമായിരിക്കുന്ന തേര് കൊണ്ടുവരൂ, ഞാൻ തന്നെ തേരാളിയായിട്ട് എൻ്റെ പെങ്ങളേനെ സസന്തോഷം വസുദേവ ഗൃഹത്തിലാക്കട്ടെ എന്ന് പറഞ്ഞു. കല്യാണവേളയിൽ ശ്ലോകം 4 നോക്കിക്കോളൂ. ഇറങ്ങിക്കൊള്ളുക ഞാനാണൻ പെങ്ങൾ തൻ തെളിക്കുവാൻ. ഇത് നമ്മളവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കല്യാണത്തിൽ പെണ്ണിനെയും വധൂവരന്മാരെ വരൻ്റെ വീട്ടിലേക്ക് ആനയിക്കുമ്പോൾ നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം, എന്നാലേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ തേര് കൊണ്ടുവന്ന തേരാളിയോട് കംസൻ പറയണു, ഇറങ്ങിക്കൊള്ളുക ഞാനാണ് എൻ പെങ്ങൾ തൻ തെളിക്കുവാൻ. ഇങ്ങനെ പലവരും തേര് തെളിച്ചിട്ടുണ്ട് പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ പെങ്ങന്മാരൊക്കെ ഒടുക്കം കാലം അത്രയും സ്നേഹം നടിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹം കൊടുത്തിട്ടുള്ള ആങ്ങളമാരോട് വളരെ പരുഷമായിട്ടാണ് ഇന്നത്തെ കാലത്ത് പെരുമാറുന്നത് എന്നുള്ളൊരു സത്യം മാത്രമാണ്. അപ്പോൾ അതാണ് പ്രസവിച്ച് അകല മരിക്കുമ്പോൾ അടുക്കുക എന്ന് പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കൊള്ളുക ഞാനാണൻ പെങ്ങൾ തൻ തെളിക്കുവാൻ ഉടൻ പൊൻചന്മട്ടിയുമായി. അപ്പോൾ കംസൻ്റെ ഈ തേരിലുള്ള കുതിരകളെ തെളിക്കാനുള്ള ചമ്മട്ടി, ചാട്ടവാറ് പൊന്ന് കെട്ടിയിട്ടുള്ളതാ. അതാണ് ഉടൻ പൊൻചമ്മട്ടിയുമായി പുറപ്പെട്ടാൻ തെളിഞ്ഞവൻ. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മാർഗമധ്യത്തിൽ ഏവർക്കും കേൾക്കായി വന്നു മഹാത്ഭുതം. പകുതി വഴി താണ്ടിയപ്പോഴാണ് ഒരശരീരി. മഹാത്ഭുതം. അശരീരി കേക്ക്. മാർഗമധ്യത്തിലേവർക്കും കേൾക്കായി വന്നു മഹാത്ഭുതം. സർവശബ്ദങ്ങളും ഭേദിപ്പൊരു ഗംഭീര നിസ്വനം. എല്ലാവരും എന്താന്നാ പറയുക, കേൾക്കുമാറ് ഗാംഭീര്യത്വത്തോടുകൂടി ഒരു ഇടിവെട്ടുന്ന പോലെ ഉള്ള ഒരു അശരീരം ഉണ്ടായത്. ഇവൾക്ക് 8ാമതുണ്ടാകും കിടാവ് അങ്ങേക്ക് ശത്രുവാം. എന്താ ഉപയോഗം
അല്ലേ? അല്ല, ഉപയോഗമല്ല, എങ്ങനെയാണ് ഉപയോഗിച്ചത് വാക്കുകൾ. ഇവൾക്ക് എട്ടാമതുണ്ടാകും കിടാവ് അങ്ങേക്കു ശത്രുവാം. ഇതാണ് അശരീരി. കേൾക്കേണ്ട താമസം ചാടിപ്പുറപ്പെട്ടു മഹാഖലൻ. കേട്ടു, കേട്ട പാതി ഉടനെ കുതിരകളെ കടിഞ്ഞാൻ പിടിച്ച് വലിച്ചു നിർത്തി. തൻ്റെ കരവാള് കയ്യിലെടുത്തു. വലത് കയ്യിൽ, ഇടത് കയ്യിൽ ദേവകി ദേവിയുടെ തലമുടി ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് പൊന്തിച്ചിട്ടൊരറ്റ വീക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കേൾക്കേണ്ട താമസം ചാടി പുറപ്പെട്ടു മഹാകലൻ വലിച്ചിഴച്ചു വാർമുല്ലമാല ചൂടിയ കുന്തളം. മുല്ലമുട്ടുമാല വെച്ചിട്ടുള്ള തലമുടീനെ ആ മാലകളോടുകൂടി പിടിച്ചു. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ചുഴറ്റി, നല്ലല്ലേ പിടിച്ചാൽ നിൽക്കുള്ളൂ. തലപ്പ് പിടിക്കില്ല, തലപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ 2-3 തിരിച്ചപ്പോൾ വലിച്ചിഴച്ചു വാർമുല്ല മാല ചൂടിയ കുന്തളം ചുറ്റിപ്പിടിച്ചു താഴത്തേക്കിറക്കി മതികെട്ടവൻ. വലിച്ച് താഴത്തേക്ക് ഇറക്കി തേരിൽ നിന്ന്. മതി കെട്ടവൻ. എന്താ മതി കെട്ടവൻ? മനസ്സ് കെട്ടവൻ എന്നർത്ഥം. മതി കെട്ടവൻ, മതിമാൻ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ളവൻ എന്നർത്ഥം. മതി എന്നുള്ളത് നോക്കൂ, ചോറ് വിളമ്പുമ്പോൾ ഊണ് കഴിക്കണതിൻ്റെ മുമ്പ് തന്നെ മതി മതി പറയും നമ്മളില്ലേ? എത്ര വിളമ്പിയത് അത് മതി എന്നാ പറഞ്ഞത്. അത് ആരാ പറഞ്ഞത്? വയറാണോ പറഞ്ഞത്? വയറ്റിലേക്കല്ലേ ചോറ് പോണത്? വയറല്ല പറയാം, മതി. എന്താ ആരാടാ പറയാ? ആരാ പറഞ്ഞത്? മനസ്സ്. ഇന്നലെ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പോസ്റ്റിനൊരു മഹാൻ ചോദിച്ചു മനസ്സ് എവിടെയാണെന്നുള്ളത്. അപ്പം ഇതേപോലെയുള്ള പോസിറ്റീവാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആശയങ്ങൾ ഉടലെടുക്കുന്നത് എവിടെയാണ്? അതാണ് മനസ്സ്. അതിന് ഇന്ന സ്ഥലത്ത് നിന്ന് ആണിയടിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ മഹാഖലൻ വലിച്ചിഴച്ചു വാർമുല്ല മാല ചൂടിയ കുന്തളം ചുറ്റിപ്പിടിച്ചു താഴത്തേക്ക് ഇറക്കി മതികെട്ടവൻ. അടുത്ത നിമിഷത്തോളം കണ്ടാർ സ്നേഹമൊക്കെയും, അടുത്ത നിമിഷത്തോളം കണ്ടാർ ആ സ്നേഹമൊക്കെയും കഴിഞ്ഞു മട്ട് ഇതാണോർക്കിൽ മിക്കവർക്കും ജഗത്തിതിൽ. വലിയൊരു ഉപദേശം താമരശ്ശേരി തന്നു അവിടെ, അല്ലെങ്കിൽ വ്യാസർ തന്നു. താമരശ്ശേരി കൃഷ്ണൻ പണ്ഡിതരിപ്പാട് അതിനൊന്ന് കൊഴുപ്പിച്ചു, അത്രയേ ഉള്ളൂ. എന്താണ്? അടുത്ത നിമിഷത്തോളം കണ്ടൊരാ സ്നേഹമൊക്കെയും. ഇതുവരെ സ്നേഹം തുളുമ്പുന്ന വാക്കുകളും നോട്ടങ്ങളും മുഖഭാവമൊക്കെയാണ് കംസനുണ്ടായിരുന്നത്. അശരീരി കേട്ടതോടുകൂടി അതൊക്കെ മങ്ങി. അടുത്ത നിമിഷത്തോളം കണ്ടൊരാ സ്നേഹമൊക്കെയും കഴിഞ്ഞ മട്ട് ഇതാണോർക്കിൽ മിക്കവർക്കും ജഗത്തിൽ. ഈ ലോകത്ത് ഇതാണ്. ഇതിപ്പോൾ 2 ശ്ലോകം മുമ്പ് ഞാൻ പറഞ്ഞുള്ളൂ സാധാരണ സഹോദരിമാരുടെ കാര്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ വിചാരിക്കണ്ട. എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. സത്യമാണ്. സത്യമേവ ജയത്തെ. സത്യം ജയിക്കുള്ളൂ. അപ്പം നമ്മൾ എന്ത് വേണം? ആരെയും വെറുക്കാതെ കണ്ട് സാഹചര്യങ്ങളുടെ തിമർപ്പാണ് സ്നേഹത്തെ ആവിയാക്കി മാറ്റുന്നത്. സ്നേഹത്തിനെ ആവിയാക്കി മാറ്റിയാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? അഹങ്കാരം ഉണ്ടാവുക. അവിടെയാണ് ഈ പറയുന്ന കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ. സഹോദരന് വല്ലതും കൊടുക്കേണ്ടി വരുമോ? സഹോദരൻ ക്ഷീണിച്ച ആളാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ ഈശ്വരൻ എവിടേക്കോ ചില സഹോദരിമാരെ നിർത്തിയിട്ടുണ്ട്. എന്തിന്? ഈശ്വരഹിതമായിട്ട് പെരുമാറുന്നവർക്ക് ഒരു മൂല്യച്യുതി ഉണ്ടാവുമ്പോൾ എവിടുന്നെങ്കിലും ഏത് നിന്നാണ് സഹായഹസ്തങ്ങൾ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരാണ് സഹോദരി എന്നു നിലനിൽക്കുന്നത്. മറ്റത് താൽക്കാലികം, അത്രയേ ഉള്ളൂ. ഒന്ന് പെർമനൻ്റ്, ഒന്ന് താൽക്കാലികം. അപ്പോൾ ഇവിടെ എന്തായി? അടുത്ത അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ മട്ടിതോർക്കിൽ മിക്കവർക്കും ജഗത്തതിൽ ഒരൊറ്റ വാക്കിനാലാകെ അറ്റുപോകാത്ത സൗഹൃദം. ഓ മൈ ഗുഡ്നസ്! ഒരൊറ്റ വാക്കിനാൽ ആകെ അറ്റുപോകാത്ത സൗഹൃദം എങ്ങുണ്ട് ഓർക്കുകിൽ. നമ്മൾ ഈ മായയിൽ വലഞ്ഞിട്ടല്ലേ അളിയാന്നൊക്കെ കണ്ടവരെ വിളിക്കണത്. ആലോചിച്ച് നോക്കൂ. സ്വബോധം ഉണ്ടെങ്കിൽ എവിടെ അളിയൻ? ആത്മാവിന് എന്താ അളിയനുള്ളത്?
പുത്രേഷണ, ദാരേഷണ, അർത്ഥേഷണ, ഈ ഏഷണകളാണ് ഭഗവാനെ പ്രാപിക്കാൻ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഹൃദയഗ്രന്ഥിയെ വെട്ടി നിരത്തണം. ഹൃദയത്തിലേക്ക് ഉള്ള ഗ്രന്ഥിയെ മാറ്റണം. ഈ വലിയ വലിയ ക്യാൻസർ പേഷ്യൻ്റുമാർക്ക് 4th സ്റ്റേജൊക്കെ ആയ ഡോക്ടർമാരോട് പറയും, ഈ പിന്നിൽ സുഷുമ്നാ നാഡിയിൽ ഒരു ഞരമ്പുണ്ട്, അത് കട്ട് ചെയ്യാൻ പറയും. എന്താ കാരണം? വേദന അനുഭവിക്കില്ല. വേദന അനുഭവിക്കണമെന്ന് സുഷുമ്നാ നാഡി ഹൃദയത്തിലേക്ക് പോകണതിനാണ് കട്ട് ചെയ്യണതേ. അത് ഭാഗത്തിലുള്ളതാണ്. അത് കട്ട് ചെയ്താൽ എന്താ? വേദനയ്ക്കില്ല, വേഗം മരിച്ചോളൂ. മരിക്കണ കാലം ആയുസ്സുള്ളിടത്തോളം ജീവിക്കും. അത്രയേ ഉള്ളൂ. ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, പിന്നെ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരൊറ്റ വാക്കിനാൽ ആകെ അറ്റുപോകാത്ത സൗഹൃദം എങ്ങുണ്ട് ഓർക്കുകിൽ നാഥൻ്റെ തിരുവള്ളത്തിൽ എന്നിയേ. ഇതാണ് ഞാൻ നിങ്ങളോട് 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സിൻ്റെ ഉള്ളിൽ പഠിക്കണം എന്ന് പറയണത്. നാഥൻ്റെ തിരുവുള്ളത്തിലല്ലാതെ കണ്ട് ഭൗതികമായിട്ട് പറഞ്ഞാൽ, ലൗകികമായിട്ട് പറഞ്ഞാൽ, ഭാര്യാഭർത്തൃബന്ധം, അച്ഛനമ്മ ബന്ധം, മക്കള് രക്ഷാകർത്താക്കളെ ബന്ധം ഒന്നും ശാശ്വതമല്ല. ഇതാദ്യം മനസ്സിലാക്കണം. അറ്റുപോയാൽ പോയിക്കോട്ടെ, അതിനെ പിടിച്ച് കെട്ടാൻ പറ്റില്ല. കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കും. അപ്പം സർവേശ്വരനായിരിക്കുന്ന നാഥനോടുള്ള പ്രതിപത്തി എന്നിയേ മറ്റുള്ളതൊക്കെ നാമാവശേഷമാവുന്നുള്ള ഉപദേശം പഠിക്കാതെ കണ്ട് ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല, പുരാണങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. പുരാണം പഠിച്ചാൽ നിർഭയത്വത്തിലേക്ക് എത്തണം. എന്താ നിർഭയത്വം എന്ന് പറഞ്ഞാൽ? പ്രകൃതിജന്യമായ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും സാത്വിക ഗുണത്തിൽ നിന്നും ഉണ്ടാവുന്ന ബന്ധങ്ങളെ ഉപേക്ഷിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സ്ഥിരപ്രജ്ഞ, സ്ഥിതപ്രജ്ഞ എന്ന വാക്കിന് ആധാരമായിട്ടുള്ള ജഗദീശ്വര പെരുമാളുമായിട്ടുള്ള അഭേദ്യ ബന്ധം, ഭേദപ്പെടുത്താൻ പറ്റാത്ത ബന്ധം. അതെന്താ? ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള, ഭക്തനും ഭക്തിയും ഭഗവാനും ഒന്നാണ്. അപ്പം നമ്മൾക്ക് അവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല. സർവം വിഷ്ണുമയം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞത്. എന്താ? ഞാൻ ബ്രഹ്മൻ തന്നെയാണ് എന്നുള്ളൊരു ബോധം വന്നാൽ സ്നേഹം കൊടുക്കുക എന്നല്ലാതെ കണ്ട് സ്നേഹിച്ചവർ സ്നേഹം നിർത്തിയാൽ കശപിശുണ്ടാവില്ല. പിന്നെ കശപിശുണ്ടായാൽ പിന്നെ ഭഗവാനെ കണ്ടിട്ടില്ല എന്നാ, ഭഗവാനെ അറിയണില്ല നമ്മളെന്ന് അർത്ഥം പറയാം. അപ്പോൾ ഈ ശ്ലോകം എങ്ങുണ്ട് ഓർക്കുകിൽ നാഥൻ്റെ തിരുവുള്ളത്തിലെന്നിയേ. അതാണ് ഒരു സപ്താഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പറയാണ്ട് പോകരുത്. അത് പറഞ്ഞാൽ ആ സപ്താഹം കേട്ടിട്ടുള്ളവർക്ക് വിജയക്കൊടി പ്രാർത്ഥിക്കാൻ പറ്റും. അവർ കേൾക്കണം, കേട്ടവരെന്നർത്ഥം. ഊണ് കഴിക്കാൻ മാത്രമായിട്ട് വരുന്നവർക്ക് ഇത് ബാധകമല്ല. അപ്പോൾ അവിടെ എഴുതിയുണ്ട്, യെസ്, വെരി ട്രൂ, അതാണ് സത്യം, അതാണ് സത്യം. അവിടെ ഞാൻ ഒരു റെഫറൻസ് എഴുതിയിട്ടുണ്ട്. 26 എന്നേ എഴുതിയുള്ളൂ, എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ പറഞ്ഞത് ഏതാ? 9ാമത്തെ ശ്ലോക. 1-ാം സർഗത്തിൽ ലീലാവിലാസത്തിൽ, ലീലാകാണ്ഡത്തിലെ 1-ാം സർഗത്തിലെ 26ാമത്തെ ശ്ലോകം ഞാൻ നിങ്ങളറിയാണ്ടൊന്ന് നോക്കി കണ്ടു ഞാൻ. അതെന്താ? ഇവിടെ എങ്ങനെയാണ് നമ്മളതിനെ ഘടിപ്പിക്കുക? പറയണോ? കുറ്റം ചെയ്വോരെ എങ്ങാണ്ട് ചാർച്ച കാണുകിൽ വിട്ടിടും ദണ്ഡിച്ചിടും കൽപ്പനയ്ക്കു വഴങ്ങാത്തവരെ സ്വയം. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം എന്ന് ചോദിച്ചാൽ ഇതാണ് പ്രമാണം. ആരാ സ്വന്തം? കുറ്റം ചെയ്വോരെ എങ്ങാണ്ട് ചാർച്ച കാണുകിൽ വിട്ടിടും. അങ്ങനെ ചെയ്യരുത്. ചളി കണ്ട മാറി നടന്നോളൂ, ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള ലോജിസ്റ്റിക് കൺക്ലൂഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര അടിച്ചു പറഞ്ഞത്. ദണ്ഡിച്ചിടും കൽപ്പനയ്ക്കു വഴങ്ങാത്തവരെ സ്വയം. അതന്നെ 26 അവിടെ. പിന്നെ പറഞ്ഞു 10ാമത്തെ ശ്ലോകം 2ാമത്തെ സർഗത്തിൽ, മംഗല്യസൂത്രം മിന്നുന്ന ഖണ്ഡത്തിൽ നേർക്കു വെട്ടുവാൻ വാളോങ്ങിയ കരം ചെന്നു പിടിച്ചോദീ യദൂത്തമൻ. യദൂത്തമൻ ആരാ? സാക്ഷാൽ ആനകദുന്ധുവി. ഈ വസുദേവരെ പ്രസവിച്ച സമയത്ത് ദേവലോകത്തുള്ള വാദ്യങ്ങൾ സ്വയമേവ വാദ്യപ്പെട്ടു, വാദിച്ചു. കാരണം എന്താ? ഭഗവാന്റെ പിതാവാൻ പോകുന്ന ആളാണ്.
പിതാവ് എന്തൊക്കെ പിന്നെ 3 ജന്മങ്ങളിൽ ഭഗവാൻ തന്നെ കുട്ടിയായിട്ട് ജനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ മംഗല്യസൂത്രം മിന്നുന്ന കണ്ഠത്തിൽ നെർക്കുവെട്ടുവാൻ വാളോങ്ങിയ കരം ചെന്നു പിടിച്ചോതിയതൂത്തമൻ നിൽക്ക മഹാരാജാവേ ഏതും ഭീതിപ്പെടായിക ഇതിൽ. അതാണ്, ഈ ഭീതി കൊണ്ടാണല്ലോ അല്ലേ കാമക്രോധ മത മത്സര ലോഭ ഭയം. ആ ഭയത്തിനെയാണ് ഭീതി എന്ന് പറയാം. അപ്പം ആ ഭീതിപ്പെടേണ്ട സന്ദർഭം ഇല്ലല്ലോ. ഇവള് കൊല്ലുന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, ഇവൾ പ്രസവിക്കുന്ന 8ാമത്തെ കുട്ടി കൊല്ലുന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് 8ാമത്തെ കുട്ടീനെ തരാമെന്ന് പറഞ്ഞിട്ടു ആദ്യം. അപ്പോൾ നാരദര് ഈ കംസന്റെ ജാതകം നോക്കി. അപ്പം ഭഗവാന് ഇത്രാമത്തെ വയസ്സിൽ കംസനെ വധിക്കണം. അപ്പം അങ്ങനെ സ്ലോ ആയിട്ട് പോയാൽ അത് പറ്റില്ല. ഒരാൾ ചെയ്തിട്ടുള്ള പോസിറ്റിവിറ്റി നശിക്കാതെ കൊണ്ട് ഭഗവാനും ഒരാളെ വധിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ സയൻസ്. അപ്പം നാരദര് പോയിട്ട് പറഞ്ഞു, കംസ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷ്ണു മഹാചാലാക്കാണ്. എന്താ ഹിന്ദിയിൽ ചാലാക്കെന്ന് പറഞ്ഞാൽ കുതന്ത്രമുള്ളവനാണ്. അതുകൊണ്ട് എവിടുന്ന എണ്ണം പിടിക്കാമെന്ന് അറിയില്ല. ആരെ 8ാമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ആരോഹണമുണ്ട് അവരോഹണമുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ കുട്ടിക്കാണ് ചാൻസ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. മേലിന്ന് താഴേക്ക് എണ്ണാം, താഴേന്ന് മേലേക്ക് എണ്ണിയ താഴേന്ന് മേലേക്ക് എന്നാൽ 8ാമനാണവൻ, മോളിൽ നിന്ന് താഴത്തേക്കാണ് 1ാമനാവും. അപ്പോൾ താഴത്തുള്ളവൻ 8ാമനാവുക. അപ്പോൾ ഒരു കാര്യമുണ്ട്, ആരും വിശ്വസിക്കാൻ പറ്റില്ല കംസ. അതുകൊണ്ട് ഉണ്ടാവണ കുട്ടികളൊക്കെ ആണ് കൊന്നോളൂ പറഞ്ഞു. കാരണം അത്രയും വിദ്വേഷം ഉണ്ടായാൽ മാത്രമേ ഈ 11ാമത്തെ വയസ്സാകുമ്പോഴേക്കും മധുരയിലേക്ക് എത്തണ്ടേ ഭഗവാൻ. ആ എത്തണ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇയാളുടെ പാപങ്ങളെ നശിപ്പിക്കുന്നത് ഈശ്വരൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ബുദ്ധിയിൽ ചിലവരെ കാണും വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. എന്താ കാരണം? അദ്ദേഹത്തിന് മോക്ഷം കിട്ടേണ്ട സമയമായി. അതന്നെ. ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ വീടിനൊരു ലൈറ്റ് ഇട്ട് വെച്ച് വിചാരിക്കുക. ഒരു 10:30 മണിക്ക് കിടന്നുറങ്ങുന്ന ആളാണ്. പുറത്തൊരു ലൈറ്റ് ഇട്ടു. അതിൻ്റെ ഒരു പ്രകാശം പരിമിതമായിരിക്കും. കാരണം എന്താ, എല്ലാവരും കറണ്ട് ഉപയോഗിക്കുകയാണ്. അപ്പം നേരെ മറിച്ചാൽ ഒരു 4 മണിക്ക് എണീറ്റിട്ട് ആ വിളക്കുന്ന നോക്കി നോക്കൂ, അത് അതിൻ്റെ ഫുൾ ത്രോലാണ് കത്തുക. മാക്സിമം അതിനത്ര ലൈറ്റ് ഉണ്ട് അത്ര. എന്താ കാരണം? ബാക്കി അവിടെയും ലൈറ്റ് ഇല്ല. ഇത് വസ്തുത നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവണതാണ്. അതേപോലെയാണ് ഈശ്വരൻ വിദ്വേഷ പ്രമാണം കൊണ്ട് ഈശ്വരനെ അടുക്കുന്നവർക്ക് ആ സമയത്ത് തന്നെ മോക്ഷം കിട്ടും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരേക്കാൾ വിദ്വേഷമുള്ളവർക്കാണ് കൂടുതൽ വേഗം മോക്ഷം കിട്ടുക. അപ്പോൾ ഇവിടെ എന്തായി? നിൽക്ക മഹാരാജാവേ ഏതും ഭീതിപ്പെടായക ഇതിൽ നന്നായി ചിന്തിച്ചിടാതെ ഒന്നും ചെയ്തിടായക മഹാമതേ. ഈ ഒരു വലിയ ഒരു ഉപദേശം എന്തുകൊണ്ട് നമ്മൾ ഭാഗവതം കേട്ടിട്ടും മനസ്സിൽ ഉറക്കാതെ കൊണ്ട് പോകണു ശ്രോതാക്കളെ എന്നാണ് എൻ്റെ ചോദ്യം. നിൽക്ക മഹാരാജാവേ ഏതും ഭീതിപ്പെടായക ഇതിൽ നന്നായി ചിന്തിച്ചിടാതെ ഒന്നും ചെയ്തിടായക മഹാമതേ. വലിയൊരു മനസ്സിൻ്റെ ഉടമകളല്ലേ നമ്മളൊക്കെ. അപ്പോൾ 2ാമതും 3ാമതും 4ാമതും ആലോചിച്ച് ഒരു പരുവത്തിലും മനസ്സിന് നന്മ ഉണ്ടാവാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യരുത്. മനസ്സിന് നന്മ ഉണ്ടാവുന്ന കാര്യമാണെങ്കിൽ ചെയ്തോളൂ. ഇതാണ് ഉപദേശം. അപ്പം എന്തായി? ക്ഷമ വേണം, പേഷ്യൻസ് ആൻഡ് പേഴ്സീവറൻസ്. കാത്തിരിക്കണം, വെയിറ്റ് ആൻഡ് സീ. സമയം വരുമ്പോഴല്ലേ വിജയം ഉണ്ടാവുള്ളൂ. ഒന്നും പറയണ്ട. ഇപ്പം ഞാൻ പ്രഭാഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇവിടെ ഈ നമ്മുടെയൊക്കെ ജാതകം നമ്മളൊക്കെ പ്രസവിച്ച സമയമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക പണിക്കന്മാരുടെ അടുത്ത്. പക്ഷെ പണിക്കന്മാർ ആ സമയമല്ല ജാതകത്തിൽ എഴുതുക. കാരണം എന്താ? അവർ ഗണിക്കും. ഈ ഏത് തിഥിയിൽ ഏത് നക്ഷത്രത്തിൽ ഈ എന്താണ് പറയുക, ഈ രാശിയിലെ പ്രസവം നടക്കാവുന്ന സമയമുണ്ട്. അത് ഗണിച്ചിട്ടാണ് അവർ സമയം എഴുതുക.
എന്തപ്പോൾ ഞാൻ അങ്ങനെ പറയാം. അതേപോലെ ഈ പ്രഭാഷണം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഭാഷണം എപ്പോൾ തുടങ്ങണം, അതിൻ്റെ ടെമ്പോ എന്തായിരിക്കണം, എപ്പോൾ അവസാനിക്കണം എന്നുള്ളതൊക്കെ പ്രീ ഡിസ്റ്റൈൻഡാണ്. ഇത് വളരെ രസമുള്ള കാര്യമാണ്. ഇന്ന് ചുരുങ്ങിയത് ഞാൻ 4 5 പ്രാവശ്യമാണ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് എനിക്ക് ശരിയായുള്ളൂ. ഞാൻ ചിരിച്ചു കുറേ സങ്കടമല്ല, പ്രകൃതിയുടെ നിയമത്തിനെ പറ്റിയിട്ട് ഞാൻ കുറേ കൂടി ബോധവാനായി. ഇന്നിപ്പോൾ ഒഴിവാക്കണോ, നാളെ മതിയോ എന്ന് വരെ ചിന്തിച്ചു ഞാൻ. അപ്പോഴും ഈ പല പ്രാവശ്യം ചിന്തിക്കണം എന്നുള്ള ഇപ്പോൾ പറഞ്ഞ ആ ആപ്തവാക്യം ഞാൻ ഒന്നുകൂടി ചിന്തിച്ച് ഒന്നുകൂടി ക്ഷമിച്ച് നോക്കുക. കാരണം ഞാൻ തയ്യാറായാലും സമയം തയ്യാറാവണം. സമയമാണ് ഈശ്വരൻ, കാലപുരുഷനാണ്. ആ കാലപുരുഷൻ്റെ അനുവാദമില്ലാതെ കണ്ട് ഒരാൾക്കും വായ തുറക്കാൻ പറ്റില്ല. ഇപ്പം ചിലപ്പോൾ ഇത് ലേറ്റ് ആകുമ്പോൾ നിങ്ങൾ ചോദിക്കും, പലവരും ചോദിക്കാറുണ്ട് എനിക്ക്, ഇന്നെന്താ എപ്പിസോഡ് ഇല്ലേ? അപ്പം ഞാൻ പറയും എയർ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ മിടുക്കത്തരോ എൻ്റെ പോരായ്മയോ അല്ല. കാരണം എന്താ, കാലഗതിക്ക് അനുസരിച്ചിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. ചിലപ്പോൾ എപ്പിസോഡ് തെറ്റി പറഞ്ഞിട്ടുണ്ടാവും, പല കാരണങ്ങളുണ്ടാവില്ലേ, അത് അനുഭവിക്കണവനെ അറിയുള്ളൂ. ഇപ്പം ഞാൻ എങ്ങനെ 26 മിനിറ്റ് വരെ സംസാരിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓരോ സെക്കൻഡും ഈശ്വരൻ്റെ കയ്യിലാണ്. അല്ല എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉയരും ക്രോധം ഉൾക്കാമ്പിൽ ഉടൻ ആകെ മറന്നവൻ ചിരിപ്പാൻ കഴിവാൻ ഓർക്കിൽ അവനാം ധീരൻ ഊഴിയിൽ. മൈ ഗുഡ്നെസ്, ഇപ്പം എന്താ ഞാൻ പറഞ്ഞത്? അതാണ് ശ്ലോകം. ഈ ശ്ലോകം ഞാൻ നോക്കിയിട്ടല്ലല്ലോ പറഞ്ഞത്. ഇതിപ്പോൾ മറിച്ചിട്ട് ആദ്യത്തെ 11ാമത്തെ ശ്ലോകം കഴിഞ്ഞ് 12ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ അതെന്താ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. കാലപുരുഷനാണ്, ആനയാണ്, ചേനയാണ്, അതന്നെയാ സത്യം. ഇവിടെയാണ് എനിക്ക് ഈ സബ്ജക്റ്റിനോട് ഞാൻ വേവ് ലെങ്ത് മാച്ച് ആവണത്. ഭഗവാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കണം. ഇത് സത്യമാണ് 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 എന്ന് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഭഗവാൻ സ്ഥിതപ്രജ്ഞ എന്നുള്ള നിലയ്ക്ക് എന്നെ, എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, എനിക്ക് വേണ്ട പ്രോത്സാഹനം തരാണ്. നീയെ മരിക്കണ വരെ ഇത് ഒഴിവാക്കരുത് എന്നുള്ള പ്രോത്സാഹനം ഭഗവാൻ തരാണ്. എങ്ങനെ? ഉയരും ക്രോധം ഉൾക്കാമ്പിൽ ഉടൻ ആകെ മറന്ന് യവൻ ചിരിപ്പാൻ കഴിവോൻ ഓർക്കിൽ അവനാം ധീരൻ ഊഴിയിൽ. ഏത് സഹോദരി സഹോദര പിതൃ മാതൃ സൗഹൃദ ബന്ധങ്ങൾ പോയാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മഹാമതിമാനായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയഗഹ്വരത്തിൽ വിലസുന്ന ഈശ്വര ചൈതന്യമായിട്ട് നമ്മൾ ബന്ധം മുറിക്കരുത്. അത് കൂടുതൽ അടുപ്പിക്കാനാണ് മറ്റുള്ള സൗഹൃദങ്ങളും പിന്നെ റിലേഷനൊക്കെ ഈ ഹൃദയഗ്രന്ഥി ഭേദിക്കണം എന്ന് പറയാനത്. ഉയരും ക്രോധം ഉൾക്കാമ്പിലുടനാകെ മറന്നവൻ യവൻ, ആരോച്ചോ അവൻ, ചിരിപ്പാൻ കഴിവാൻ ഓർക്കിൽ അവനാം ധീരനൊഴിയിൽ. ഈ ഒരു ശ്ലോകം ശരിക്കും എന്ത് ചെയ്യേണ്ടതായിരുന്നു? എൻസർക്കിൾ ചെയ്യേണ്ടതായിരുന്നു. അത് എൻ്റെ തെറ്റുപറ്റി. ഞാൻ അന്ന് വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പറ്റിയിട്ടുണ്ടാവില്ല. അത് ഞാൻ അത്രേ പറയുള്ളൂ, എൻ്റെ ശ്രദ്ധ കുറവാണ്. ഇത് ശരിക്കും ഞാൻ റെഡിങ് കൊണ്ട് ഉയരും ക്രോധം ഉൾക്കാമ്പിൽ ഉടനാകെ മറന്ന് യവൻ ചിരിപ്പാൻ കഴിവോനോർക്കിൽ അവനാം ധീരനൊഴിയിൽ. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രസ്താവന മനസ്സിൽ സൂക്ഷിക്കണില്ല? എന്നോ വരാൻ പോകുന്നത് ഇത്രയും ഭയമേൽക്കയാൽ. എന്നോ വരാൻ പോണത് 8ാമത്തെ കുട്ടി. ഇവിടെ ഇപ്പം ആദ്യ ദിവസമായിട്ടേ ഉള്ളൂ. ചുരുങ്ങിയത് 8 വർഷമെങ്കിലും വേണ്ടേ 8ാമതൊരു കുട്ടി ഉണ്ടാവാൻ. അതിനിപ്പം തന്നെ ഇവളെ തല അറക്കണോ എന്നാ ചോദിച്ചതേ. എന്നോ വരാൻ പോകുവതിൽ ഇത്രയും ഭയമേൽക്കയാൽ വിശ്വൈക വീരനാം അങ്ങ് ഈ വധുവെ കൊല ചെയ്യുകയോ. ഇതാണ് സാമം ദണ്ഡം നീതികളിൽ. അപ്പം സാമമായ വാക്കുകൾ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഭാര്യ ഭർതൃബന്ധത്തിൽ, അച്ഛൻ അമ്മ ബന്ധത്തിൽ, കുട്ടികളോടുള്ള ബന്ധത്തിൽ ആദ്യം അവരെ സമാശ്വസിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം.
അതാണ് സാമമായ വാക്കുകളെ. എന്നോ വരാൻ പോകുവതിൽ ഇത്രയും ഭയമേൽക്കയാൽ വിഷയിക വീരനാം അങ്ങ് ഈ വധുവെ കൊല ചെയ്യുകയോ? വെറും പ്രാകൃതരെ പോലെ അല്ല, അവിടുന്ന് അല്പമോർക്കണം. അങ്ങ് സാധാരണക്കാരനാണോ? അല്ല, അങ്ങ് രാജാവാണ്, ധീരനാണ്, നവഗ്രഹങ്ങളെ ചൊൽപ്പിന് നിർത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യാൻ പാടില്ല? ബാലന്മാരെ പോലെ, കുട്ടികളെ പോലെ വിഡ്ഢിത്തരം ചെയ്യരുത്. വെറും പ്രാകൃതരെ പോലല്ല, അവിടുന്ന് അല്പമോർക്കണം. തങ്ങൾ നില നോക്കാതെ ചെയ്യില്ലൊന്നും മഹാജനം. അപ്പം നമ്മൾ മഹാജനമായി തീരണോ വേണ്ടയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ മഹാജനാവണത്? ജീവിതത്തിൽ മഹത്തരമായിട്ടുള്ള ആൾക്കാരായി തീരുന്നത് സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. ദേഷ്യത്തെ അടക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലേ? മർത്യൻ്റെ മാറ്റുമിന്നേണ്ടതീമട്ടാം അളവിങ്കലാം. എന്താ പറഞ്ഞത്? മർത്യൻ്റെ മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാരാമീറ്റർ ഉണ്ട്. ഏത്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. നമ്മൾ ഗുഡ് ആയാൽ മതിയോ? നമ്മൾ ബെറ്റർ ആയാൽ മതിയോ? ബെസ്റ്റ് ആവണ്ടേ? നമ്മൾ ദി ബെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മർത്യൻ്റെ മാറ്റുമിന്നേണ്ടത് ഈ മട്ടാം അളവിങ്കലാം. അധർമ്മം ചെയ്തു പോകായ ജന്മം മലിനമാം പ്രഭോ. അധർമ്മം ചെയ്യരുത്, ധർമ്മം ചെയ്യുക. എന്താ നമ്മുടെയൊക്കെ ധർമ്മം? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരും ഈശ്വരോപാസന ചെയ്യാണ് അവരവരുടെ ധർമ്മം. അപ്പോൾ അതാണ് അധർമ്മം ചെയ്തു പോകായ ജന്മം മലിനമാം പ്രഭോ. ജന്മം മലിനപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് നിർത്താം. അപ്പം ഞാൻ അവിടെ വീണ്ടും 28 എന്ന് എഴുതി. ആ 28 എന്തായിരിക്കാം എന്ന് നോക്കാലോ നമുക്ക്. 28 വരാൻ പോകുന്ന ശ്ലോകമാണ് ഞാൻ അവിടെ കണക്ട് ചെയ്തത്. അത് എന്താ പറയാം? തനിക്കു നന്മയാശിപ്പോൻ ദ്രോഹം ചെയ്യുക ഒരാളിലും. നമ്മൾക്ക് നന്മ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളോട് ഒരിക്കലും ദ്രോഹം ചെയ്യാൻ പാടില്ല. കാരണം ദ്രോഹം ചെയ്താൽ ശത്രുത ഉണ്ടാവും, ശത്രുത വന്നാൽ നന്മ ഉണ്ടാവില്ല. ഈ ഒരു എന്താണെന്ന് പറയുക, സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പാരാമീറ്റർ നമ്മുടെ ഓരോ വർത്തമാനത്തിലും, ഓരോ പ്രവൃത്തിയിലും, ഓരോ സ്വചാവത്ത്, ഓരോ എന്താണെന്ന് പറയുക, സാങ്കല്പികമായിട്ടുള്ള കഥകൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് പ്രചോദനം വരുന്നു, ആ പ്രചോദനത്തിനെ നമ്മൾ വിശകലനം ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് തനിക്കു നന്മയാശിപ്പോൻ ദ്രോഹം ചെയ്തൊരാളിനും ദ്രോഹബുദ്ധിയുദിച്ചേടിൽ എങ്ങെങ്ങും ഭയമേവനും. വാട്ട് എ വണ്ടർഫുൾ എന്താണെന്നാ പറയുക സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിലുള്ള ഉപദേശങ്ങളുടെ കാഠിന്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഞാൻ നിങ്ങൾക്ക് 26-ാമത്തെ ശ്ലോകത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ വരാൻ പോകുന്നതും അതന്നെയാണ്. ആ 26-ാമത്തെ ശ്ലോകം എപ്പോഴാണ് എഴുതിയത്? മംഗല്യസൂത്രം മിന്നുന്ന കണ്ടത്തിൽ നേർക്കു വെട്ടുവാൻ വാളോങ്ങിയ കരം ചെന്നു പിടിച്ചു യദൂത്തമൻ. അതിൻ്റെ മുമ്പ് പറയണ്ടായി, ഒരൊറ്റ വാക്കിനാലാകെ അറ്റുപോകാത്ത സൗഹൃദം എങ്ങുണ്ട് ഓർക്കുകിൽ നാഥൻ്റെ തിരുവള്ളത്തിൽ എന്നിയേ. അതിനവിടെ 26 ഘടിപ്പിക്കാം. എങ്ങനെയാണത് എന്ന് ചോദിച്ചാൽ, വെള്ളത്തിൽ പ്രതിബിംബിച്ചു കാണും സൂര്യനിൽ മാത്രമാം ചാഞ്ചല്യം അമ്മട്ട് ആത്മാവിനില്ല ദുഃഖം മനസ്സിനാം. ഒരൊന്നൊന്നര ഉപദേശം അത്. ലെറ്റ് മീ ടേക്ക് ദി നെയിം ഓഫ് ഹരിദാസ്. ഹരിദാസ് എൻ്റെ വത്സല ശിഷ്യനും കൂടിയാണ്. അപ്പോൾ വെള്ളത്തിൽ പ്രതിബിംബിച്ചു കാണും സൂര്യനിൽ മാത്രമാം ചാഞ്ചല്യം അമ്മട്ട് ആത്മാവിനില്ല ദുഃഖം മനസ്സിനാം. സൂര്യൻ വെള്ളത്തിൽ പ്രതിബിംബിക്കുമ്പോൾ, വെള്ളത്തിനെ അനക്കുമ്പോഴാണ് സൂര്യൻ ഇളകുന്നതായിട്ട് തോന്നുക. ആ ചാഞ്ചല്യം ശരിക്കുള്ള സൂര്യനില്ല. അതേപോലെ
ശരി തെറ്റ്, ഗുണം ദോഷം, സുഖം ദുഃഖം, ഈ ദ്വന്ദ്വ സ്വഭാവങ്ങൾ മനസ്സിനാണ്, ആത്മാവിനല്ല. അപ്പോൾ ആത്മാവ് സുസ്ഥിരനാണ്. ആ ആത്മാവ് സുസ്ഥിരനാവുമ്പോഴാണ് സ്ഥിരപ്രജ്ഞ എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷനാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. പ്രജ്ഞയിൽ സ്ഥിരമായി ഇരിക്കുക, പ്രജ്ഞയിൽ സ്ഥിതി ചെയ്യുക. എന്താ ഈ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ? വിശേഷപ്പെട്ട അറിവ്, വിവേകം. അപ്പോൾ ഈ മനസ്സെന്നുള്ളതാണ്, ഞാൻ എപ്പോഴും പറയും, മനസ്സിനെയാണ് നമ്മൾ അടക്കേണ്ടത്. സംശുദ്ധമായ ബുദ്ധി ഒരു തോട്ടി ആനയെ എന്താണ് പറയുക, വരച്ച വരയിൽ നിർത്തുന്ന പോലെ നമ്മുടെ മനസ്സാകുന്ന മതാനയെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന തോട്ടിയാണ് സംശുദ്ധമായ ബുദ്ധി. ആ ബുദ്ധി പ്രവർത്തിക്കണത് ഈശ്വരൻ്റെ സവിധത്തിൽ മാത്രമാണ്. അതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധി ഇല്ല, അയാൾക്ക് ശവായി, ശിവൻ പോയി. ഇങ്ങനെ ഈ ഭാഗവതത്തിലുള്ള ഓരോ ഉപദേശങ്ങളും അത് അർഹിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വിജയക്കൊടി പറപ്പിക്കാം. വിജയക്കൊടി പറപ്പിക്കാം നമുക്ക്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.